ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും കായിക വിനോദങ്ങളെ ടൂറിസം പദ്ധതികളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ദുബായ് സൈക്ലിംഗ് പാസ് പദ്ധതിക്ക് തുടക്കമായി. നഗരത്തിലെ ദൈനംദിന ജീവിതവും കായിക വിനോദങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. പ്രൊഫഷണൽ സൈക്കിൾ താരങ്ങൾക്കും സാധാരണക്കാർക്കും പദ്ധതിയിൽ പങ്കാളികളാകാം. ദുബായ് നഗരത്തിലെ തെരഞ്ഞെടുത്ത 9 സൈക്കിൾ പാതകളെയാണ് തുടക്കത്തിൽ സൈക്ലിംഗ് പാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫ്രം ദ എയർപോർട്ട് ടു ദ ട്രാക്ക് എന്ന പേരിലാണ് പദ്ധതി ആരംഭിച്ചത്. നാദൽ ഷേബ പാർക്കിലായിരുന്നു ഉദ്ഘാടനം. GDRFA ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി, ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള അലി ബിൻ സായിദ് അൽ ഫലാസി, UAE സൈക്ലിംഗ് ഫെഡറേഷൻ ചെയർമാൻ എഞ്ചിനീയർ മൻസൂർ ബുസൈബ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ദിനത്തിൽ നൂറുകണക്കിന് സ്വദേശി പൗരന്മാരും പ്രവാസികളും വിനോദസഞ്ചാരികളും പരിപാടിയുടെ ഭാഗമായി. നഗരത്തിലെ ടൂറിസം പദ്ധതികൾ ആസ്വദിക്കാനും നഗരത്തെ അടുത്തറിയാനും കഴിയാവുന്ന വിധത്തിലാണ് സൈക്കിൾ പാതകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. നാദൽ ഷേബ മെയ്ദാൻ, മുഷ്രിഫ് പാർക്ക്, ജുമൈറ കോർണിഷ്, അൽഖുദ്ര, ദുബായ് മറീന, അൽകവനീജ് വാട്ടർ കനാൽ, മുഷ്രിഫ് ഫൗണ്ടൈൻ ബൈക്ക് ട്രാക്ക് എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ്. നഗരത്തിൽ നിന്നും പ്രകൃതി സൗന്ദര്യമാർന്ന മലനിരകളിലേക്ക് വരെ നീളുന്നതാണ് സൈക്ലിംഗ് പാസ് പദ്ധതിയിലെ പാതകൾ. ഓരോ ട്രാക്കും പൂർത്തിയാക്കുമ്പോൾ വെർച്വൽ സ്റ്റാമ്പുകൾ, പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകൾക്ക് ഫിസിക്കൽ പാസ്പോർട്ട് തുടങ്ങി നിരവധി പ്രോത്സാഹന പദ്ധതികളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.